ഈ പറയുന്ന കുറേ നെഗറ്റീവ് പറയുന്ന ഇവന്മാർ സുധിച്ചേട്ടൻ എന്നെ നിങ്ങൾ അന്വേഷിക്കണ്ട. സുധിച്ചേട്ടൻ്റെ മക്കൾ കഴിച്ചോ, അവർ ഓണത്തിന് ഒരു തുണി കൊടുത്തോ, എന്ത് ഇവന്മാരും തിരക്കോ? ഇപ്പം രേണുസുതി വൈറലായി. ഓക്കെ, അവൾ എവിടെ ചെന്ന രേണുസുതി ഒരു അത്യാവശ്യം വലിയൊരു ഇതില്ലെങ്കിൽ സുധിച്ചേട്ടൻ്റെ ആ ഒരു വൈഫ് എന്ന നിലയിൽ ഓടി വന്ന് എന്നെ ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട്, സെൽഫി എടുക്കുന്നുണ്ട്, ഒരുപാട് വർക്കുകൾ കിട്ടുന്നുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ നിന്റെയൊക്കെ കണ്ണിക്കടി കൊണ്ടല്ലേ നീയൊക്കെ ഇപ്പം രംഗത്ത് വന്നേക്കുന്നത്? അല്ല, സുധിച്ചേട്ടനുള്ള സ്നേഹം കൊണ്ടാണോ നീയൊക്കെ രംഗത്ത് വന്നേക്കുന്നത്? ലോക്ക്ഡൗണിൽ ഒരു പ്രശ്നം ഉണ്ടായി സാമ്പത്തികമായിട്ട് സുധിച്ചേട്ടന്. അന്നൊക്കെ നിന്റെ ഒരുത്തൻ്റെ മോന്തം കണ്ടിട്ടില്ലല്ലോ. സിനിമ ദേവതം എന്ന് പറയുന്ന സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കും ജിൻഡോയുടെ, ബിഗ് ബോസ് ജിൻഡോ, രജിത് സാറ്, ഞാൻ, നന്ദകിഷോർ സാറ്, ഇവരൊക്കെ ആയിട്ടുള്ള സിനിമ. അത് ഇനി ചേഞ്ച് ഇറങ്ങാൻ കിടക്കും. ഞാൻ കുറെ കാര്യം പറയാനുണ്ട്. കാരണം ഇന്ന് രേണുവിന്റെ മാത്രം ഇന്റർവ്യൂ എടുത്തെടുത്തേ എല്ലാരും ഞങ്ങള് ഫാമിലി മൊത്തമായിട്ട് ഇപ്പൊ ആത്മഹത്യയുടെ വക്കില്ല. ചേട്ടൻ ഞങ്ങൾക്ക് പറയാനുള്ളതും കൂടെ ഒന്ന് കേൾക്കണം. എന്റെ ചേച്ചി സഹോദരിയാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മിക്കവാറും ഞങ്ങളുടെ 4 പേർ ആത്മഹത്യ ചെയ്യേണ്ടവര്, ഞാനും എന്റെ പപ്പായും അമ്മയും ഉൾപ്പെടെ. കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പം ഇതിനി സ്വന്തം ചേച്ചിയാന്നുള്ളതിന് തെളിവിനിയും ഇനി സർട്ടിഫിക്കറ്റ് വേണം. ഇനി ആ സർട്ടിഫിക്കറ്റ് കാണിച്ച അവന്മാർ പറയും അയ്യോ അത് കള്ളത്തരമാണെന്ന് പറയും. അങ്ങനത്തെ കുറെ, ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞ പോലെ കുറെ ചെറ്റ ആൾക്കാരാണ് ഇതിന്റെ ഇടയ്ക്ക് കിടന്ന് പ്രവർത്തിക്കുന്നത്. പറഞ്ഞുള്ള പറഞ്ഞു നയിക്കുന്നു. നമസ്കാരം. സോഷ്യൽ മീഡിയയിലെ തരംഗമാണിപ്പോൾ രേണുസുതി. നമുക്കറിയാം, മിമിക്രി ലോകത്ത് അകാലമായി നമ്മളെ വിട്ടുപിരിഞ്ഞ സുധിയുടെ ഭാര്യയാണ്. ഒരു സമയത്ത് സുധി ഒരു ധർമ്മസങ്കടത്തിലായപ്പോൾ കൂടെ ചേർന്നവളാണ് രേണുസുതി. രേണുസുതിയെക്കുറിച്ച് പറയുമ്പോൾ അതിജീവിതയുടെ കഥയാണ് നമ്മൾ പറയേണ്ടത്. ജീവിതം പടുത്തുയർത്തുന്നതിൻ്റെ പാതി വഴിയിൽ വേർപിരിയേണ്ടി വന്ന രേണുസുതിയുടെ അവസ്ഥ ഞാൻ നേരിൽ കണ്ടതാണ്. ഇതൊക്കെ എനിക്ക് നേരിട്ട് അറിയാവുന്നത് കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് കോവിഡ് കാലഘട്ടത്തിൽ 100 രൂപയും 500 രൂപയും കടം വാങ്ങിയതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയ ക്രൂശിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരനായിരുന്നു സുധി, മിമിക്രി ആർട്ടിസ്റ്റായ കൊല്ലം സുധി. ആ നിർണായക നിമിഷത്തിലാണ് കൊല്ലം സുധി എന്നെ വിളിച്ചിട്ട് ചേട്ടാ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ കൊല്ലത്തു നിന്ന് ആ കോട്ടയം ജില്ലയിലെ വാകത്താനം എന്ന സ്ഥലത്ത് പോയി സുധിയുടെ അവസ്ഥകളൊക്കെ റിപ്പോർട്ട് ചെയ്ത് വാർത്ത വളരെയേറെ സ്വാധീനിച്ചു. സുധിക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് നൽകിയതാണ്. നിർഭാഗ്യവശാൽ ആ കൂട്ടുകാരന് ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നു. അകാലത്തിൽ വിട പറയേണ്ടി വന്നു. അതാണ് സത്യം. ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാതെ വന്നപ്പോഴാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ രേണുസുതി രംഗത്ത് വരുന്നത്. ഭാഗ്യവതിയാണ്, നല്ല വീട്ടമ്മയാണ്, നല്ല കുടുംബിനിയാണ്, നല്ല അമ്മയാണ്. ആ രേണുസുതിയെ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ വെച്ച് എന്താ പറയുന്നത്, അങ്ങ് പിച്ച് ചീന്തുകയാണ്. പലരും നമ്മുടെ പ്രസ് മലയാളത്തിൻ്റെ വാട്സപ്പിലും ഫേസ്ബുക്കിലും കമൻറ്റിലും ഒക്കെ പറയുന്നുണ്ട് രേണുസുതിയുടെ ഇൻ്റർവ്യൂ എടുക്കുന്നില്ലേ, രേണുസുതിയുടെ ഇൻ്റർവ്യൂ കാണിക്കുന്നില്ലേ എന്നൊക്കെ. ഞാൻ വരട്ടെ എന്ന് പറഞ്ഞാൽ അവസാനം രേണുസുതി തന്നെയാണ് എന്നെ വിളിച്ചത്. ചേട്ടൻ എന്താ ഇൻ്റർവ്യൂ എന്നെ എടുക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പോയിരുന്നു. അത് കഴിഞ്ഞ ദിവസം ടെലികാസ്റ്റ് ചെയ്തു, വളരെയേറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു ആ വീഡിയോ. അതിലൊരു നിർണായകമായ ഒരവസ്ഥയിലൂടെയാണ് നിങ്ങളത് പറയുന്നത്. നിങ്ങൾക്ക് ചിലർക്ക് പറയാം, നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർ പറയാം അത് സെറ്റിട്ടാണെന്ന്. പക്ഷെ ഒരിക്കലുമല്ല. ഞാൻ രേണുസുതിയുടെ ഇൻ്റർവ്യൂ അവരുടെ വീട്ടിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് സഹോദരിയും ഭർത്താവും കയറി വന്നത്. അവർ പറഞ്ഞ വാക്കുകളാണ് എന്നെ ഞെട്ടിപ്പിച്ചത്. ചേട്ടാ, രേണുസുതി മാത്രമല്ല, ഞങ്ങളെയും സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര്. പിന്നെ ഏതോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഞങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ട് വാർത്ത ചെയ്യുന്നു. ചേട്ടാ, ഞങ്ങളുടെ അവസ്ഥയും കൂടെ നിങ്ങളൊന്ന് ടെലികാസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഇൻ്റർവ്യൂ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇതെന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ചേട്ടാപ്പിന്നാ ഞാൻ വിളിക്കുന്നത്. ഞങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചേട്ടാ സുചേട്ടൻ പോയിട്ട് ഇപ്പം അറിയാലോ, ഇപ്പം 2 വർഷം കഴിഞ്ഞു. കാരണം നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു കൂടപ്പിറവ് പോയി കഴിയുമ്പോൾ നമുക്ക് എന്തുമാത്രം മാനസികമായിട്ട് വിഷമവും വേദനയും ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇത് മുതലെടുത്തുകൊണ്ട് കുറച്ച് യൂട്യൂബ് ചാനലുകാർ, അവരെ ഞങ്ങളൊന്നും ഇതുവരെ ഇതിന്റെ മുമ്പിൽ ചെന്നിട്ടുള്ളവരല്ല, ഇതുവരെ അങ്ങനെ പറയണമെന്ന് ആഗ്രഹിച്ചതുമല്ല. പക്ഷെ ഞങ്ങളുടെ സാഹചര്യം കൊണ്ട് ഞങ്ങളിത് പറഞ്ഞു പോവുക. എനിക്കും എൻ്റെ പപ്പായ്ക്കും ഞങ്ങൾക്കൊന്നും ഇപ്പോൾ സമൂഹത്തിന് മുമ്പിൽ ഇറങ്ങി നടക്കാൻ പോലും വയ്യാത്ത രീതിയിൽ ഞങ്ങളെ തെരഞ്ഞെടുത്ത് എന്തോ മുൻ വൈരാഗ്യം പോലെ 2-3 എല്ലാവരും അല്ല, 2-3 യൂട്യൂബേഴ്സ്, അതുൽ ബ്ലോഗേഴ്സ്, പിന്നെ ഇന്നലെ സന്ധ്യ
അങ്ങനൊരു ആളും ഇട്ടേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങള് സുധിച്ചേട്ടനെ എൻ്റെ പപ്പ കൊല്ലാൻ കൂട്ടുന്നത് എന്തൊക്കെയോ ഞങ്ങൾക്ക് അറിയത്തില്ല എന്നാ ഈ പറയുന്നത് ഇവർക്ക്. സുധിച്ചേട്ടൻ മരിച്ചോണ്ട് പപ്പ എവിടെ ആയിരുന്നു? സുധിച്ചേട്ടൻ മരിച്ചത് പപ്പ ഹോസ്പിറ്റലിലായിരുന്നു. സീരിയസ് ആയിട്ട് കിടക്കുവായിരുന്നു. ഫോട്ടോ എടുത്തിട്ട് എൻ്റെ ഫോട്ടോ എടുത്ത് അത് കൊല്ലസു ചെയ്ത ആദ്യത്തെ വൈഫാന്നും പറഞ്ഞിട്ടേക്കുന്നു. പിന്നെ ഞാൻ എൻ്റെ സഹോദരിയുമായിട്ട് എന്തോ എതിരെ രംഗത്തെന്നും പറഞ്ഞ് ആദ്യം എൻ്റെ പേര് സിന്ധു എന്നിട്ട് പിറ്റേ ദിവസം അത് രമ്യെന്നൊക്കെ. അപ്പം എന്തോ നമ്മളോട് മുൻവൈരാഗ്യം പോലെ അവർ സുധിച്ചേട്ടനെ കടക്കാരാക്കിയത് ഞങ്ങളാണ്. ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അതുപോലെ തന്നെ ഈ സുധിച്ചേട്ടൻ്റെ മക്കൾക്ക് മറ്റേ HDC അവർ വെച്ചു കൊടുത്ത വീട് അവിടെ സുധിച്ചേട്ടൻ്റെ കുഞ്ഞുങ്ങൾക്ക് വെച്ചു കൊടുത്തു. അത് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. സുധിച്ചേട്ടൻ പോയ പിന്നെ ഇവർ ഒറ്റയ്ക്കാവുമല്ലോ എന്നോർത്ത് ഞങ്ങൾ ഒറ്റയ്ക്ക്. അതുകൊണ്ട് ഇതിന്റെ തൊട്ട് ബാക്കിൽ ഒരു വീട് റെന്റിനെടുത്താ. കാരണം ഇവരെ ഒറ്റപ്പെടുത്താൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. കാരണം സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങളെ അങ്ങനെ തന്നെയായിരുന്നു നോക്കിയതും സ്നേഹിച്ചതും. അപ്പൊ ഈ കുഞ്ഞിനെ ഇട്ടിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു മാറി താമസിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതിന്റെ തൊട്ട് ബാക്കിൽ ഒരു വീടെടുത്ത് റെന്റിനെടുത്ത് അവിടെയാണ് താമസിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ കിച്ചുവിനെ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടിട്ട് ഈ വീട്ടില് രേണുവിന്റെ പപ്പായും ഞങ്ങൾ ഇവിടെ താമസിക്കുവാന്ന്. ഈ സംശയമുള്ളവർ ഇവിടെ ഒന്നും നോക്കുന്നില്ലല്ലോ. ആരും നോക്കുന്നില്ല. അവർക്ക് വായിക്കും. ഇപ്പൊ കുറെ നാളുകളായത് കാരണം എന്നാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളെ മാനസികമായിട്ട് വല്ലാതെ, കാരണം നമ്മൾ പുറത്തിറങ്ങി നടക്കുന്നവരാ, സമൂഹത്തിൽ നടക്കുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പഠിക്കുന്നു, അവര് വളർന്നു വരുക. ഞാൻ പറയട്ടെ, എന്നെ നിങ്ങൾ എന്ത് വേണമെന്ന് പറഞ്ഞു. എനിക്ക് നല്ല മനക്കെട്ടിയുണ്ട്, കേട്ട് തഴമ്പിച്ചതാണ് ഞാൻ. പക്ഷെ എന്റെ വീട്ടുകാരെ പറഞ്ഞ് അത് ഞാൻ വെറുതെ വിടത്തില്ല. അപ്പൊ പുതിയതായിട്ട് സുധിച്ചേട്ടൻ അടക്കിയ സഭയില്, കാരണം അത് സുധിച്ചേട്ടന്റെ സ്വന്തം ഇഷ്ടത്തിനാണ് സുധിച്ചേട്ടൻ ആ പള്ളി ചേർന്നത്. അല്ലാതെ ഞങ്ങൾ പോവായിരുന്നു ചേട്ടൻ. അപ്പം മരിക്കുന്നതിന്റെ തലയാഴ്ചയിലും അവിടെ ചെന്ന് പറഞ്ഞ് അതായത് ലോക്ക്ഡൌൺ ടൈമിൽ ആ ഒരു പുള്ളി ആ തിരുമേനിന്ന് ഞങ്ങളെ തിരുമേനിന്നായിരുന്നു ഞങ്ങളോട് വന്ന് പറഞ്ഞത്. ആ പള്ളിയിലെ തിരുമേനി സുധിച്ചേട്ടന് കുറച്ച് സഹായമൊക്കെ ചെയ്തായിരുന്നു. സുധിയെ ഭയങ്കര ഇഷ്ടമാണ്, സുധിയെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അന്ന് ലോക്ക്ഡൌൺ ടൈമിൽ കുറച്ച് സഹായം അന്ന് കൊണ്ട് സുധിച്ചേട്ടന് കൊടുത്തിട്ട് പറഞ്ഞു ഞങ്ങളുടെ ഈ പള്ളി, ഞങ്ങൾക്കൊരു പള്ളിയുണ്ട്, അവിടെ വന്ന് പ്രാർത്ഥനയ്ക്ക് കൂടണമെന്ന് പറഞ്ഞു. അങ്ങനെ സുധിച്ചേട്ടൻ എന്നോടും പറഞ്ഞ് എൻ്റെ പപ്പായ അമ്മയും ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ആരാധന കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു അവസരത്തിനാണ് സുധിച്ചേട്ടൻ മരണപ്പെടുന്നതും. അതിന് തലയയച്ച് സുധിച്ചേട്ടൻ ചെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ മരണം വരെ ഞാൻ ഈ പള്ളി നിൽക്കും, എന്നെ ഇവിടെ അടക്കണേന്ന് പറഞ്ഞു. അപ്പം ആ സമയത്ത് കിച്ചു ആണ് പറഞ്ഞത് മരിച്ചപ്പം പ്രോഗ്രാം വരെ അവതരിപ്പിച്ചു. അപ്പം മരിച്ച സമയത്ത് കിച്ചുവിനോട് ചോദിച്ചപ്പോൾ കിച്ചു ആണ് പറഞ്ഞത് അച്ഛനെ ആ പള്ളി, കാരണം അവൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് സൂചാണ്ട് ഇവിടെ ഉള്ളപ്പോൾ എൻ്റെ കൂടെ പള്ളി വരുന്നതാണ് കാണുന്നത്. ആ പള്ളിയിൽ ആ ബിഷപ്പാണെന്നാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അതല്ലാതെ ഒരു പള്ളിയായിട്ടുള്ള ബന്ധമല്ലാതെ പുള്ളിയായിട്ട് പിന്നെ എന്താണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്? അതെ. അപ്പം അല്ലാതെ തിരുമേനിയായിട്ട് ഞങ്ങൾക്ക് വേറെ ഒരു ബന്ധവും ഇല്ല. ഇപ്പം തിരുമേനി എന്തോ പണം തട്ടിച്ച കേസിൽ എന്തോ കേസുണ്ട്, കേസിൽ ജയിലാണ്. അതിനകത്ത് തിരുമേനിയുടെ വൈഫിനെ കാണിക്കുന്നില്ല, മക്കളെ കാണിക്കുന്നില്ല. ആർക്കും രേണുവിനും ഇവിടെ പപ്പ ആ പള്ളിയിലെ കൈക്കാരനായിരുന്നു. പറഞ്ഞാൽ ഈ ഇട്ടയാള് വിചാരിച്ചേക്കുന്ന പുള്ളിയുടെ എന്തോ പണം തട്ടിക്കുന്ന അങ്ങനൊന്നും അല്ല. കൈക്കാരനെന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനം, ഒരു സ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ, ഒരു സ്ഥാനം, അത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ആ പള്ളിയിലേ അല്ല ഞങ്ങള്, ഇപ്പൊ ആ പള്ളിയിലും അല്ല. അപ്പൊ ഇതൊന്നും അറിഞ്ഞോണ്ടല്ല. അപ്പൊ അവര് പറയുന്നത് തിരുമേനിയുമായിട്ട് കൂടിക്കൊണ്ട് രേണുവിന്റെ അക്കൗണ്ടിലേക്ക് കോടികളാ വന്നെന്ന്. ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല ഇതേക്കുറിച്ച്. ഇവർ ഈ പറയുന്ന ഞങ്ങൾ, പക്ഷെ ഇത് തിരുമേനിയുടെ വീട്ടുകാർക്ക് പോലും ഇല്ലാത്ത പ്രശ്നങ്ങളാണ് ഇപ്പൊ ആ പ്രശ്നത്തിൽ ഞങ്ങൾക്ക് വന്നു. എന്നാ വന്നാലും കിടക്ക എന്റെ ഒരു ഫോട്ടോ സൈഡിൽ വെച്ചിട്ട് ഇവ അങ്ങനെ. ഞാൻ ചോദിക്കട്ടെ, നിനക്കൊന്നും നാണമില്ലടാ ഈ ചെറ്റ വ്ളോഗേഴ്സ്, നിനക്കൊന്നും നാണമില്ലേ? ഇനി നീയൊക്കെ എന്നെ പറഞ്ഞോ, എൻ്റെ വീട്ടുകാരെ പറഞ്ഞ നിനക്ക് നാണമില്ലെന്ന്. നീയൊക്കെ കുറേ ഫോൺ കോളുകളും കുറേ അവളുമാർ വിളിച്ച് നിനക്കൊക്കെ ഫോൺ കോളുകൾ പറഞ്ഞ് സത്യം എന്താ നോണ ഏതാ എന്താ അറിയാതല്ലേ നീയൊക്കെ ഇടുന്നത്? നാണമാകുന്നുണ്ടോടാ നിനക്കൊക്കെ? ഇത് ചുമ്മാ വെറുതെ ഇരിക്കുന്നില്ല. ഇപ്പം സമയമില്ലാത്തതുകൊണ്ടാണ് ഒന്നിനും പോകാത്തത്. ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ എന്നെ പറഞ്ഞാൽ എനിക്കൊന്നുമില്ല. ഇതിലപ്പുറം ഒന്നും രേണുസുതിക്ക് വരാനില്ല. നീയൊക്കെ എവിടെ കിടന്ന് പറഞ്ഞാലും രേണുസുതി ഇങ്ങനെ തന്നെ നിൽക്കത്തുള്ളൂ. പക്ഷെ എൻ്റെ വീട്ടുകാരെ മാനസികമായിട്ട് വിഷമിക്കുന്ന അത് വെറും ചെറ്റത്തരം തന്നെയാണ് നീയൊക്കെ കാണിക്കുന്നത്. ഞങ്ങളിങ്ങനെ വേറെ ഇൻ്റർവ്യൂ കൊടുക്കാനോ അങ്ങനെ ഞങ്ങൾക്ക് ഇതാകാനോ ഒന്നുമല്ല. കാരണം ഞങ്ങളുടെ സാഹചര്യം കൊണ്ട് ഇപ്പോൾ വന്ന് പറയുന്ന കാരണം എന്നാന്ന് വെച്ചാൽ അന്ന് ഞങ്ങൾ ഇതുപോലെ സുധിച്ചേട്ടനൊരു സാമ്പത്തിക പ്രശ്നം, അതും സുധിച്ചേട്ടനെ ചതിച്ചതായിരുന്നു. അത് ഞങ്ങൾക്കെല്ലാം വ്യക്തമായിട്ട് അറിയാം. അതിന് പ്രവർത്തിച്ച ആൾക്കാരെല്ലാം അറിയാം. അന്ന് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ആത്മഹത്യയുടെ വക്കിലെത്തിയതാണ് എല്ലാവരും, നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരെല്ലാം ഞങ്ങളെ ഒറ്റപ്പെടുത്തി. ഒരുപാട് ഞങ്ങൾ വേദനിച്ച സമയമുണ്ടായിരുന്നു. അന്ന് ഞങ്ങളെ ആശ്വസിച്ചെന്ന് പറഞ്ഞാൽ രാഗൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഈ ചേട്ടനും അദ്ദേഹത്തിൻ്റെ ചാനലും. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ആ ഒരു ചാനലിൽ ഇത് ഞാൻ പറയാമെന്ന് വിചാരിച്ചേക്കുന്നത്. കാരണം ഞങ്ങളെ ഇതുപോലെ ഇപ്പം ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഇതുപോലെ ഞങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. രേണുസുതി വളർന്നു വരുന്ന ആർക്കും കുറച്ച്
കൃമിയുള്ള കുറെ കണ്ണോ കൃമി കിടക്കുന്ന കണ്ണുള്ള കുറെ എണ്ണമുണ്ട്, കൃമികടിയുള്ള കണ്ണ്, അങ്ങനെ തന്നെ പറയും. ഇവറ്റകൾക്കാണ് ഈ ഞാനൊന്നും പെണ്ണുങ്ങള് പറയുന്നത്. അവരുടെ വോയിസ് എടുത്തിടുന്നു, അത് ഇവന്മാരെടുത്ത് പബ്ലിക്കായിട്ട് ഇടുന്നത്. ഇത് എന്തിനാ എന്താണെന്ന് സംഭവം അറിയില്ല. എന്ന് വിചാരം? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാന്ന് അറിയത്തില്ല. കാരണം ഞങ്ങൾ അതുപോലെ ഒരു മാനസികാവസ്ഥയെ കൂടിയാണ് ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഞങ്ങൾക്ക് ഇത് താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ്. ഇനി ഇത് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുവാണെങ്കിൽ എനിക്കും എൻ്റെ കുടുംബത്തിനോ, കാരണം വയ്യാതിരിക്കുന്ന ഞങ്ങളുടെ പപ്പായുണ്ട്, എൻ്റെ അപ്പനെ അതുപോലെയാണ് ഇപ്പോൾ ഇവർ പറഞ്ഞ് അറസ്റ്റ് ചെയ്യണം. എനിക്കറിയില്ല അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തിട്ടാണ്. സുധിച്ചേട്ടന് ആക്സിഡൻ്റ് ഉണ്ടായ സമയത്ത് പപ്പ ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ആ മനുഷ്യൻ എന്ത് ചെയ്യാനാ? ഇനി ഞങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഞങ്ങൾക്ക് സംഭവിച്ചാൽ അതിന് ഈ ഉത്തരവാദി ഈ ഞങ്ങളെക്കുറിച്ച് ഈ മോശം പറയുന്ന യൂട്യൂബേഴ്സ് മാത്രമായിരിക്കും. ഒന്ന് അതുൽ വ്ളോഗേഴ്സ്, അവനാണ് ഏറ്റവും കൂടുതൽ. കുറെ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, രണ്ട് പെണ്ണുങ്ങളുണ്ട്. പിന്നെ അതിനകത്തൊരു പെണ്ണ് പറയുന്നു ഇവളുമാർ ഒറ്റമുറി വീട്ടിൽ താമസിച്ചതാണ്, ഇപ്പൊ അഹങ്കാരമായി പോയെന്ന്. ഒറ്റമുറി വീട്ടിലല്ല ഞങ്ങൾ താമസിച്ചത്, ഞങ്ങൾ കോളനിയിൽ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട്. വാടകയ്ക്ക് താമസിക്കാന്ന് പറഞ്ഞ് അത്രയ്ക്കും ഗതി ഇല്ലാത്തവരാണ് അങ്ങനെ താമസിക്കുന്നത്. അങ്ങനെ താമസിച്ചത് തന്നെ പറയുന്ന ഞങ്ങളെ, അതുപോലെ താമസിച്ചിരുന്ന ഞങ്ങളെ ഒറ്റമുറി വീട്ടിൽ താമസിച്ചിട്ട് ഇപ്പൊ അഹങ്കാരം, അതൊന്നും ഞങ്ങളുടെ അടുത്ത് നടക്കത്തില്ല. പക്ഷെ മാനസികമായിട്ട് ഞങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്. ഈ പറയുന്ന ഏതേലും ഒരു ബ്ലോഗറോ ഏതേലും ഒരു അവിടെ നിന്ന് പറയത്തേ ഉള്ളൂ. ഇവിടെ മുന്നിൽ വന്ന വീട്ടു തരത്തുമില്ല. ഞങ്ങളുടെ മുന്നിൽ നിന്നൊന്ന് പറഞ്ഞു, അന്നേരം അറിയാം രേണു സുധി ആരാ, രമ്യ ആരാന്ന് അന്നേരം അറിയാം.